കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഈ രാത്രി വേളയിൽ റോസ് ഫാമിലിയുടെ ഫേസ്ബുക്ക് പേജിൽ ദൈവവചനവുമായി കടന്നു വന്ന് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ലഭിച്ച ഈ അസുലഭമായ സന്ദർഭത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ ഈ ശുശ്രൂഷയ്ക്ക് എനിക്ക് അവസരം നൽകിയ റോസ് ഫാമിലിയുടെ ചീഫ് അഡ്മിനായിരിക്കുന്ന റോസ്ലിം സിസ്റ്റർ, കുടുംബം, മറ്റ് അഡ്മിൻസ്, അവർക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൻ നാമത്തിൽ ഞാൻ പ്രത്യേകാൽ വന്ദനം പറയുന്നു. മാത്രമല്ല, എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ നാമത്തിൽ വന്ദനം അറിയിച്ചുകൊണ്ട് ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാൻ താല്പര്യപ്പെടുകയാണ്. ഇന്നിൻ്റെ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളും സംഭവ വികാസങ്ങളും നമ്മെ വളരെ ഞെട്ടിക്കുന്നതാണ്. വേദനിപ്പിക്കുന്ന ഒരുപിടി വിഷയങ്ങളാണ് നമ്മുടെ കൺമുൻപിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രതീക്ഷയോടെ കഴിഞ്ഞ ദിവസങ്ങളിൽ യാത്ര ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ടവർ, അവർക്ക് വന്നു ചേർന്ന ആകസ്മികമായ വലിയ ദുരന്തം നമ്മയെല്ലാം വേദനിപ്പിക്കുന്നതാണ്. ആ നിലകളിൽ വലിയ സംഭവങ്ങൾ, മരണങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ അനുദിനം നാം കണ്ടുകൊണ്ടിരിക്കുക. അതിനിടയിലാണ് പ്രളയം, അതിനിടയിലാണ് മാരകരമായ രോഗങ്ങൾ എന്ന് വേണ്ട പല നിലകളിലുള്ള പ്രതിസന്ധിയിലൂടെയാണ് മനുഷ്യൻ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സമയത്ത് മനുഷ്യൻ പറഞ്ഞു, ശാസ്ത്രം ജയിച്ചു, മനുഷ്യനും ദൈവവും ഒക്കെ തോറ്റു എന്നൊക്കെ പറഞ്ഞ ഒരു സന്ദർഭമുണ്ട്. ദൈവത്തെ പുച്ഛിച്ചു പറഞ്ഞ ഒരു സന്ദർഭം ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് ഒരു വൈറസിൻ്റെ മുൻപിൽ എത്ര ഉന്നതമായ നിലവാരത്തിൽ ഉയർന്ന ശാസ്ത്രമായിരുന്നാലും തോറ്റു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അടുത്ത കാലത്ത് ഞാനൊരു പത്രക്കുറിപ്പിൽ വായിച്ചത്, ഇന്നും മറുമരുന്ന് കണ്ടെത്തുവാൻ കഴിയാത്ത നൂറുകണക്കിന് രോഗങ്ങൾ മനുഷ്യന്റെ മുമ്പിൽ ഭീതിജനകമായി നിലനിൽക്കുക. ആ നിലകളിൽ വേദനിപ്പിക്കുന്ന ഒരുപിടി വിഷയങ്ങളുടെ നടുവിൽ എങ്ങനെയെങ്കിലും ഒരാശ്വാസത്തിൻ്റെ, വിടുതലിൻ്റെ അനുഭവം പ്രാപിപ്പാൻ എവിടെ നിന്ന് കഴിയുമെന്ന് മാനവവർഗം ഒരുപോലെ ആഗ്രഹിക്കുകയും താല്പര്യപ്പെടുകയും ചെയ്യുമ്പോൾ, ഇതാ നിങ്ങളുടെ മുൻപിൽ തുറക്കപ്പെട്ട ഒരു വിടുതലിൻ്റെ മാർഗം കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് പ്രസ്താവിപ്പാനാണ് ഈ ശുശ്രൂഷയിലൂടെ ഞങ്ങൾ താല്പര്യപ്പെടുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ നാമത്തിൽ വന്ദനം പറഞ്ഞുകൊണ്ട് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാൻ താല്പര്യപ്പെടുകയാണ്. ഇന്ന് രാത്രി ദൈവവചനത്തിൽ നിന്ന് സംസാരിപ്പാൻ എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നൽകി തന്ന ഒരു സന്ദേശം, യേശുവിനോടുകൂടെ പന്തിയിലിരിക്കുന്ന അഥവാ രാജാവിനോടുകൂടെ രാജപുത്രന്റെ മകന്റെ വിവാഹത്തിൽ പന്തിയിലിരിക്കുന്ന ആ ഉന്നതമായ ശ്രേഷ്ഠമായ അനുഭവത്തെക്കുറിച്ച്, പന്തിയിലിരിക്കുന്ന അനുഭവത്തെക്കുറിച്ച് ദൈവവചനത്തിൽ നിന്ന് ചില ചിന്തകളാണ് ഇന്ന് രാത്രി ഓർപ്പിക്കുവാൻ ഞാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നത്. അതിനാദ്യമായി നാം വായിക്കുവാൻ താല്പര്യപ്പെടുന്ന വേദഭാഗം മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളാണ്. എല്ലാം വായിച്ച് നമ്മുടെ മുൻപിൽ പറയുവാൻ അവസരം എടുക്കുന്നില്ല, കാരണം സമയത്തിൻ്റെ പരിമിതി ഒത്തിരി നമ്മുടെ മുൻപിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഭാഗത്ത് കാണുവാൻ കഴിയുന്ന ചിന്ത, സ്വർഗരാജ്യം തൻ്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശം. അങ്ങനെ പറഞ്ഞ ആ അധ്യായം തുടങ്ങുന്നത്. താഴോട്ട് വരുമ്പോൾ അനേകരെ ക്ഷണിക്കുകയുണ്ടായി. എന്തിനാ? ഈ രാജാവിൻ്റെ പുത്രന്റെ വിവാഹമാണ്. എന്നാൽ ഈ ക്ഷണിക്കപ്പെട്ടവരൊക്കെ ഒഴിവ് കഴിവ് പറഞ്ഞ് അവരെല്ലാം പലരും പിന്മാറി.
ഈ രാജപുത്രന്റെ വിവാഹം എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അതിൻ്റെതായിരിക്കുന്ന നിലകളിൽ കല്യാണശാലയും ഒരുക്കങ്ങളും രാജകീയ പ്രൗഢിയും അതിൻ്റെ നിലയിലാണ് ഈ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷണിക്കപ്പെട്ട ആളുകൾ പലരും യോഗ്യരല്ലാതെ വന്നപ്പോൾ ഈ രാജാവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, വഴിയരികിലും വീതികളിലുമൊക്കെ നിൽക്കുന്ന ആളുകളെ ക്ഷണിക്ക്. നോക്കണേ, രാജപുത്രന്റെ വിവാഹത്തിന് ഇപ്പോൾ ആളുകളെ ക്ഷണിക്കുക. എവിടുന്ന? വഴിയരികിൽ, വീതികളിൽ മെനക്കെട്ട് നിൽക്കുന്നവരെ ഒക്കെ വിളിക്കുക. വന്നാട്ടെ വന്നാട്ടെ, നിങ്ങൾക്ക് വേണ്ടി ഇതാ ഒരു വലിയ രാജപുത്രന്റെ സത്യം ഒരുക്കപ്പെട്ടിരിക്കുക, നിങ്ങൾക്കും ഒരു ചാൻസ്, വേഗം വന്നാട്ടെ എന്ന് പറഞ്ഞ് അവൻ വീതികളിൽ നിൽക്കുന്നവരെയും വഴിയരികിൽ നിൽക്കുന്നവരെയും ഒക്കെ ക്ഷണിക്കുക. അങ്ങനെ എല്ലാ ആളുകളും ഈ രാജപുത്രന്റെ കല്യാണത്തിന് വരുന്നു. വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. കല്യാണത്തിലേക്ക് വന്ന് ഈ വിവാഹത്തിന്റെ ആർഭാടവും ഇതിന്റെ പ്രവൃത്തിയും ഒക്കെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി, അങ്ങോട്ട് അകത്തോട്ട് കയറണ ഇച്ചിരി പാടാ. കാരണം ഇത് രാജപുത്രന്റെ കല്യാണമാണ്. അവരെല്ലാം കൂടെ ആകെ നിന്ന് വല്ലാത്തൊരു അന്തരീക്ഷത്തിൽ ആ കല്യാണശാലയുടെ പുറത്ത് നിൽക്കുമ്പോൾ ഒരാൾ വന്ന് വിളിച്ചു, വന്നാട്ടെ, ഇവിടെ ഒരു കല്യാണ വസ്ത്രമുണ്ട്, ആ കല്യാണ വസ്ത്രം ധരിച്ചാട്ടെ. ആ കല്യാണ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അകത്തോട്ട് എളുപ്പം പ്രവേശിക്കുവാനായിട്ട് കഴിയും. ഏതായാലും വേണ്ടുമില്ല, ഇവരെല്ലാം കൂടെ അദ്ദേഹത്തിന്റെ വാക്ക് കേട്ട് കല്യാണ വസ്ത്രം വാങ്ങി ധരിച്ച് ഈ രാജപുത്രന്റെ കല്യാണ ആ സദ്യയിലേക്ക് പ്രവേശിക്കുക. എന്നാൽ ഒരുവനെ കുറിച്ച് നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ ഇങ്ങോട്ട് വന്ന വഴി നേരിട്ട് ആ വിരുന്നുശാലയിലേക്ക് കയറി ചെന്നിട്ട് ആ വിരുന്നുശാലയിൽ ഇരുന്ന് ആഹാരം കഴിക്കുവാനുള്ള ക്രമീകരണത്തിലായി. മറ്റുള്ളവരെയൊക്കെ താനൊന്ന് ശ്രദ്ധിച്ചു കാണും. ഏതായാലും എല്ലാവരും രാജകീയ കല്യാണത്തിന് രാജകീയ വസ്ത്രം ധരിച്ചായിരിക്കുന്നത്, ഇവന് മാത്രം ഈ രാജകീയ വസ്ത്രമില്ല. പെട്ടെന്ന് രാജാവ്, നമുക്കറിയാം, ഈ ആ സദ്യ ഒന്ന് സന്ദർശിക്കുവാൻ അതുവഴി വന്നപ്പോൾ ഇതാ അവൻ രാജകീയ പദവി അനുസരിച്ച് നടത്തുന്ന ഈ വിരുന്നിൽ രാജാവ് കൊടുത്ത വസ്ത്രം ധരിക്കാത്ത ഒരുവൻ എന്ത് ചെയ്യുന്നു? ഇതിനകത്തിരിക്കുന്നു. ഉടനെ രാജാവിന് കോപമുണ്ടായി. അവിടെ എഴുതിയിരിക്കുന്നത് അവനെ പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവിലെന്ന. ഞാനത് വളരെ ഗൗരവത്തോടു കൂടെ ഓർത്തു. രാജകീയ വിവാഹം അവിടെ നടക്കുന്നത്, അതിൻ്റെ പ്രൗഢിത്വം മനസ്സിലാക്കി ഇതിനകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് രാജാവ് ഒരുക്കുന്ന രാജകീയ വസ്ത്രം ധരിച്ചെങ്കിലേ നിനക്ക് ഇതിനകത്ത് പ്രവേശിക്കാൻ കഴിയുള്ളൂ. അല്ലാത്ത നിലയിൽ ഇതിനകത്തേക്ക് വന്നു കയറിയാൽ ആമേൻ വേണ്ടതുപോലെ ഇതിനകത്തിരുന്ന് ഭക്ഷിക്കാൻ കഴിയത്തില്ല. ഒരു കാര്യം ശ്രദ്ധിക്കണം, ദൈവപുത്രനായ ആമേൻ യേശു ക്രിസ്തുവിന്റെ വിരുന്നുശാലയിലേക്ക് ഇന്ന് രാത്രി ചിലരെ കൂടെ ക്ഷണിക്കാനാ ഈ ആത്മീക ശുശ്രൂഷ ഈ ഫേസ്ബുക്ക് പേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ക്ഷണിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാ, ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ രാജകീയ വിരുന്നെന്ന് പറയുന്നത് പ്രൗഢഗംഭീരമാണ്. അതിലേക്ക് വരുമ്പോൾ ആദ്യത്തെ ചിന്ത, ഞാൻ ഇതിനകത്തേക്ക് കയറുവാൻ യോഗ്യനല്ലെന്നുള്ളതാ. എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ വ്യക്തമായ ഒരനുഭവം ഈ രാജകീയ വിരുന്നുമായിട്ട് ഇവനിൽ വെളിപ്പെടുകയാണ്. കാരണം ഇവൻ വഴിവക്കിൽ എവിടെയോ ഒക്കെ നടന്നവൻ, ഒന്നുകൂടെ പറഞ്ഞാൽ ജീവിതം അമ്പെ പരാജയപ്പെട്ട് പാപത്തിന്റെ വഴികളിലൂടെ നടന്ന ഒരു വ്യക്തി ദൈവപുത്രന്റെ വിവാഹത്തിന് വന്ന് നിൽക്കുക. ക്ഷണിക്കപ്പെട്ട വന്നിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം, ഇതിനകത്തേക്ക് കയറുന്നതിന് മുമ്പ് ഇവനെ തന്നെ ഒന്ന് കണ്ടേ മതിയാകൂ. ഇവൻ ആരാണെന്ന് ഇവനൊന്ന് ഗ്രഹിച്ചേ മതിയാകൂ. ഇവനായിട്ട് തന്നെ ഇതിനകത്ത് കയറാൻ പറ്റത്തില്ല. പിന്നെ ഇവനൊരു അനുതാപം ഉണ്ടായേ പറ്റൂ.
പറ്റൂ, ഇവനൊരു തകർച്ച ഉണ്ടായേ പറ്റൂ. ഇന്നലെ വരെയുള്ള എൻ്റെ ജീവിതം എന്ന് പറയുന്നത് അവൻ ദൈവപുത്രന്റെ പ്രൗഢയുള്ള ഈ വിവാഹത്തിന് യോഗ്യതയുള്ള ജീവിതമല്ല. ഞാനതിന് യോഗ്യനല്ല. ഇത്രയും വലിയൊരു വിരുന്നിലേക്കാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ അവൻ എന്നെ തന്നെ ഒന്ന് കണ്ട് ദൈവപുത്രന്റെ വിവാഹത്തിന് വേണ്ടി ഇതിനകത്തേക്ക് പ്രവേശിക്കുന്നവർക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന ആമേൻ വിവാഹ വസ്ത്രം ധരിച്ചെങ്കിലേ എനിക്ക് ഇതിനകത്തേക്ക് പ്രവേശിക്കുവാൻ കഴിയത്തുള്ളൂ. ഇന്ന് ഈ രാത്രി വേളയിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ആദ്യത്തെ ചിന്ത ഞാൻ പറയട്ടെ. ഇതാ യേശു ക്രിസ്തുവിലൂടെ മാനവജാതിക്ക് ദൈവം നൽകുന്ന നിത്യജീവന്റെ ആ ഭോജനശാലയിലേക്ക്, ആ നിത്യജീവന്റെ ആ വിവാഹശാലയിലേക്ക് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്ന ദൈവികമായ വിടുതൽ ഇന്ന് രാത്രി നിന്നെ മാടി വിളിക്കുക, സ്നേഹത്തോടെ നിന്നെ വിളിക്കുക. വരിക, വരിക, കടന്നു വരിക. ഒറ്റ കാര്യമേ ഉള്ളൂ. ആമേൻ. ഒരു അനുതാപത്തോടുകൂടെ ഈ ദിവസങ്ങളിൽ നിന്നെ വിളിക്കുന്ന വിളിയുടെ ആ ഉദാത്തവും ഉന്നതവുമായ അനുഭവത്തെ കുറിച്ച് തിരിച്ചറിഞ്ഞ് ഞാൻ പ്രവേശിക്കുന്ന ഈ രാജകീയ വിരുന്നുശാല, ഞാൻ പ്രവേശിക്കുന്ന ദൈവപുത്രനുമായുള്ള ബന്ധം എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിൽ എനിക്കൊരിക്കലും അതുമായി ബന്ധപ്പെടുമ്പോൾ ഒരു അനുതാപത്തോടെ തകർച്ചയോടെ തങ്ങളെ തന്നെ കണ്ടുപിടിച്ച് ഇന്ന് രാത്രി ഒരു നീതിയുടെ വസ്ത്രം, ഒരു വിവാഹ വസ്ത്രം നിന്നെ ധരിപ്പിച്ച് ഇന്ന് രാത്രി ഈ വിരുന്നുശാലയിലേക്ക് നിന്നെ പ്രവേശിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ളതാണ് ഈ ചിന്തയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ശ്രദ്ധിക്കണമേ, അനേകരെ ഇന്ന് ഇതിനകത്ത് കടന്നുകൂടിയിട്ടുണ്ട്. നമുക്കറിയാം ഒത്തിരി ആളുകൾ ഈ വിരുന്നുശാലയിലുണ്ട്. പലരും അനുതാപമില്ലാത്തവരാ, തകർച്ചയില്ലാത്തവരാ, ഏറ്റുപറയാത്തവരാ, കുറവുകൾ സമ്മതിക്കാത്തവരാ, കല്യാണ വസ്ത്രം ധരിക്കാത്തവരാ, തങ്ങളെ തന്നെ ഈ രാജകീയമായ പദവി തിരിച്ചറിഞ്ഞ് തങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കാൻ കഴിയാത്തവരാ. പക്ഷെ അവിടെ പറയുന്ന ഒരു പദം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ രാജകീയ വിരുന്നിനകത്തു നിന്ന് തന്നെ ഇവനെ പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയുക. ഞാൻ വളരെ ചിന്തിച്ചൊരു വിഷയമാണ്. സ്തോത്രം. ഉന്നതമായ ഉദാത്തമായ ദൈവികമായ അനുഭവത്തിൽ നിന്ന് ഒരു നിമിഷം കൊണ്ട് ഇവനെ എന്ത് ചെയ്യുക? പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയുക. നോക്കണേ, അനുതാപമില്ലാതെ, അവൻ ഏറ്റുപറയാതെ, സമർപ്പണമില്ലാതെ ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവത്തിന് ഇന്ന് രാത്രി സംസാരിക്കാനുണ്ട്. ഈ രാജകീയമായ ദൈവികമായ ആ വിളംബരം നിന്റെ കാതിൽ വന്ന് മുഴങ്ങി. നിന്നെ സ്വർഗം തേടി വന്നു, നിന്നെ ദൈവം വിളിച്ചു. ആ വിളിയുടെ ഉന്നതമായ അനുഭവം തിരിച്ചറിഞ്ഞ് ഈ ദിവസങ്ങളിൽ അനുതാപത്തോടും തകർച്ചയോടും കൂടെ അവൻ നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന, നീ ആകേണ്ട നിലയിൽ നിന്നെ ആക്കിയെടുക്കുന്ന, നിന്റെ ജീവിതത്തെ പരിവർത്തനോന്മുഖമാക്കി നിന്റെ ജീവിതത്തെ മാറ്റിമറിച്ച് നിനക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ചില ആത്മീയ അനുഭവങ്ങളുടെ ഉന്നതമായ അവസ്ഥ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതായിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ മുഴച്ചാന്നും പറഞ്ഞ് എങ്ങനെയെങ്കിലും അവൻ ഈ രാജകീയ വിരുന്നിനകത്ത് കയറുവാൻ കഴിയത്തില്ല. കാരണം ഇത് ഉന്നതനായ ദൈവത്തിന്റെ ഉദാത്തമായ ദൈവികമായ അനുഭവമാണ്. ഇത് ശ്രേഷ്ഠമുള്ളതാണ്. ഇത് രാജാവിന്റെ പദവിക്കൊത്തവണ്ണം ഇത് നടത്തപ്പെടുന്ന ആത്മീക ശുശ്രൂഷയാണ്. ഇതിനകത്ത് എങ്ങനെയെങ്കിലും വന്ന് കയറാമെന്ന് കരുതരുത്. ആമേൻ. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ അനുതാപത്തോടും ഏറ്റുപറച്ചിലിനോടും കൂടെ ദൈവസന്നിധി സമർപ്പിക്കപ്പെട്ടവരായി ദൈവം മുമ്പാകെ തങ്ങളെ തന്നെ ഒരുക്കപ്പെടുന്ന ജീവിതങ്ങൾക്കാണ് ഇന്ന് രാത്രി ഈ രാജകീയ വിരുന്ന് അനുഭവിക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് രാജകീയമായ ദൈവികമായ വിരുന്ന്, ആത്മീയമായ അനുഭവങ്ങൾ പ്രാപിച്ചെടുക്കുന്നവർ അനുതാപത്തോടുകൂടെ തങ്ങളെ തന്നെ കണ്ടുപിടിച്ച് ഏറ്റുപറഞ്ഞ് ദൈവം മുമ്പാകെ സമർപ്പണത്തോടെ മുൻപോട്ട് വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവികമായ അനുഭവങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ കഴിയുമെന്നുള്ളത് ഈ വേദഭാഗങ്ങൾ നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്ന ചിന്തയാണ്. രണ്ടാമത്തെ ഭാഗത്തേക്ക് ഞാൻ കടന്നു വരാം. വളരെ വേഗം, സമയത്തിന്റെ പരിമിതി നമ്മുടെ മുൻപിലുണ്ടല്ലോ. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബെഥാനിയിലേക്ക് യേശു പെസഹയ്ക്ക് 6 ദിവസം മുമ്പേ വന്നു. അവിടെ അവർ അവനൊരു അത്താഴം ഒരുക്കി.
മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസറോ അവനോടുകൂടെ പന്തിയിലിരുന്നവരിൽ ഒരുവനായിരുന്നു. ശ്രദ്ധിക്കണമേ, ഇവിടെ യേശു ഉയർപ്പിച്ച ഭവനത്തിലേക്ക് യേശു വരികയാണ്. യേശുവിൻ്റെ ഉയർപ്പ് നടന്ന ഭവനത്തിലേക്ക് യേശു വരികയാണ്. കഴിഞ്ഞ അധ്യായം നമുക്ക് പഠിച്ചാൽ അറിയാം, ഈ മാർത്തയും മറിയയും ലാസറും അവരെ ബഥാന്യയിൽ പാർക്കയാ. അവിടെ പാർക്കുന്ന ആ ഭവനത്തിൽ അവർക്ക് യേശുവുമായുള്ള അവരുടെ ബന്ധവും ആ ഗ്രാമത്തെ പോലും അറിയുന്നത് ഈ മാർത്തയുടെയും മറിയയുടെയും പേരില്ല. അത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം. ഞാൻ ഒരിക്കൽ കാണക്കാരിയിൽ താമസിച്ച് ചില വർഷങ്ങൾക്ക് മുൻപ് കർത്തൃ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഏറ്റുമാനൂര് ജംഗ്ഷനിൽ തന്നെ ഒരു കുരിശുപള്ളിയുണ്ട്. ആ കുരിശുപള്ളിക്ക് സമീപം നിന്നുകൊണ്ട് ഒരല്പം ലൂസ് ഉണ്ടെന്ന് തോന്നുന്ന ഒരാൾ പ്രസംഗിക്കുമായിരുന്നു. ഈ കുരിശുപള്ളിയുടെ അകത്ത് സൈഡിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുക. ഞാൻ ആരും ശ്രദ്ധിക്കത്തില്ല. എന്നാൽ എനിക്കൊന്ന് രണ്ട് അവസരം തോന്നി ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം ഒന്ന് കേട്ടാൽ കൊള്ളാം. ഞാൻ ഒരവസരം ഈ കവലയിൽ വന്ന് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി ആ കുരിശുപള്ളിയുടെ അടുക്ക നിന്നു. അപ്പൊ ഇദ്ദേഹം പ്രസംഗിക്കുക, യേശു ക്രിസ്തു ലാസറിന്റെ വീട്ടിൽ ചെന്ന് കലികാലം കപ്പ തിന്നു. ഇദ്ദേഹത്തിന്റെ പ്രസംഗ വിഷയം ഒന്നതാ, യേശു ക്രിസ്തു ലാസറിന്റെ വീട്ടിൽ ചെന്ന് കലികാലം കപ്പ തിന്നു. അപ്പൊ യേശുവും ലാസറുമായിട്ടുള്ള ബന്ധമായി ഇദ്ദേഹം പറയുന്നേ. എനിക്ക് അത്ഭുതം തോന്നി. അദ്ദേഹത്തിന് അല്പപ്രയാസമൊക്കെ ഉണ്ട്, കണ്ടാ വല്ലാത്തൊരു പരുവത്തില. എന്നാലും അദ്ദേഹം പറയാ, യേശു ലാസറിന്റെ വീട്ടിൽ ചെന്ന് കലികാലം കപ്പ തിന്നു. ഒരു കാര്യം സത്യമാ, ലാസറിന്റെ ഭവനവുമായിട്ട് യേശുവിന് നല്ല ബന്ധമുണ്ടായിരുന്നു. ആ നിലകളിലുള്ള ബന്ധത്തെക്കുറിച്ച് നാം ഇവിടെ വായിക്കുന്നു. അങ്ങനെ ഇരിക്കെ നമുക്കറിയാം, ഈ ലാസർ ദീനം പിടിച്ചു. ലാസറിനെ കുറിച്ച് വിശദീകരിക്കുന്നില്ല. യഹൂദന്മാർ പഴയ നിയമ തിരുവെഴുത്തുകളെ ചുരുളുകളെ പകർത്തി എഴുതുന്ന ആളായിരുന്നു ലാസർ എന്ന. തുച്ഛമായൊരു ശമ്പളം ഉണ്ടായിരുന്നു. ആ ശമ്പളം ലഭിച്ചത് അവൻ മൂലമാണ് തങ്ങൾക്ക് ആ നിലകളിൽ ആ കുടുംബം കഴിഞ്ഞു പോകുന്നത് എന്നൊക്കെ പഠിപ്പിക്കുന്ന പാഠങ്ങളുണ്ട്. ഏതായാലും ഒരു കാര്യം സത്യം, ഒരു ചെറിയ കുടുംബം, യേശുവിനെ സ്നേഹിക്കുന്ന കുടുംബം, പക്ഷേ ഒരു പ്രശ്നമുണ്ടാകുക. എന്താ? ലാസർ ദീനമായി കിടന്നു. വലിയ പ്രതിസന്ധി ഉണ്ടായി, പ്രശ്നമുണ്ടായി. യേശുവിൻ്റെ അടുക്കലേക്ക് ആളയച്ചു. ഉടനെ യേശു പറഞ്ഞ മറുപടി കേൾക്കണമോ? ഈ ദീനം മരണത്തിനല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിനത്രേ. ഇന്ന് രാത്രി യേശുവിനെ സ്നേഹിക്കുന്നവരോട് ഞാൻ പറയാം, നിന്റെ പ്രശ്നം യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉത്തരം പറയാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്നവരോട് ഞാൻ പറയാം, ഇതിനകത്തൊരു മഹത്വം ഉണ്ടെന്നുള്ളത് എൻ്റെ കർത്താവ് വെളിപ്പെടുത്തുകയുണ്ടായി. ഈ പ്രശ്നം വെറുതെ അല്ല. യേശുവിനെ സ്നേഹിക്കുന്നവരുടെ പ്രശ്നം വെറുതെയല്ല. യേശുവിനെ സ്നേഹിക്കുന്നവരുടെ രോഗം വെറുതെയല്ല. യേശുവിനെ ആരാധിക്കുന്നവരുടെ പ്രതിസന്ധി വെറുതെയല്ല. ഇന്ന് രാത്രി നീ ദൈവത്തോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, കർത്താവേ, ഈ പ്രതിസന്ധി എന്തുകൊണ്ടാ? ഞാൻ അങ്ങേ സ്നേഹിച്ചിട്ട് സേവിച്ചിട്ട് ആരാധിച്ചിട്ട് മാറാത്ത ഈ പ്രതിസന്ധിയിലൂടെ പലപ്പോഴും ഞാൻ കടന്നു പോകേണ്ടി വന്നു. ഈ പ്രതികൂലം എന്റെ നേരെ ആഞ്ഞടിച്ചു. ഈ പ്രതിസന്ധിയിൽ പലപ്പോഴും ഞാൻ കുഴഞ്ഞുപോയി. എന്റെ ജീവിതത്തിൽ ആ നിലകളിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരു കാര്യം, അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉത്തരം എന്റെ കർത്താവിന്റെ കയ്യിലുണ്ട്. എന്റെ കർത്താവ് ആദ്യമേ പറഞ്ഞു, ഇതിനകത്തൊരു മഹത്വമുണ്ട്, ഈ രോഗത്തിനകത്തൊരു മഹത്വമുണ്ട്, ഈ പ്രതിസന്ധിയിൽ ഒരു മഹത്വമുണ്ട്. നമുക്കറിയാം, ആള് വന്ന് യേശുവിനോട് പറഞ്ഞിട്ട് എന്റെ യേശു അങ്ങോട്ട് പോയില്ല. ചില ദിവസങ്ങളിലൂടെ അവിടെ താമസിച്ചു. സ്തോത്രം. നമ്മളായിരുന്നു എന്ത് പറഞ്ഞേനെ? ഓ, ആ പാസ്റ്റർ ഇത്രയും നാളെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളെ സ്നേഹിച്ചു, ഞങ്ങൾ അദ്ദേഹത്തിന് ആയിട്ട് നല്ല ആത്മീയ കൂട്ടായ്മയിലൊക്കെ ഇരുന്നതാ. പക്ഷെ ഈ പ്രതിസന്ധി വന്നപ്പോൾ ഈ പുള്ളി ഞങ്ങളെ എന്ത് ചെയ്തു? അങ്ങ് കൈവിട്ടു. ഓ, അവൻ എന്നാ മനുഷ്യന്, അയാൾ എന്നാ ആളാ എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും പൗരുഷമായ ആ ചേരാത്ത വാക്കുകളൊക്കെ പറഞ്ഞേനെ. പക്ഷേ നമുക്കറിയാം, ആ നിലകളിൽ എൻ്റെ കർത്താവ് ചില ദിവസങ്ങളൂടെ അവിടെ ഇരിക്കുക. എവിടെ? ആ പാർത്ത ഇടത്ത് തന്നെ പാർക്കുക. 4 ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ കർത്താവ് പറയാം, നമുക്ക് പോകാം. എങ്ങോട്ടാ? ലാസറിന്റെ വീട്ടിൽ. നാറ്റം വെച്ചു വിഷയം.
നമുക്കറിയാവുന്ന കാര്യമാ. ഇങ്ങോട്ട് വന്നപ്പോൾ മാർത്ത ഓടി വന്നു പറഞ്ഞു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ആമേൻ. കർത്താവിന്റെ ശക്തിയെ പരിമിതപ്പെടുത്തുകയായിരുന്നു അവൾ ചെയ്തത് എന്ന് നമുക്കറിയാം. സ്തോത്രം. ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ ഉള്ളപ്പോൾ തന്നെ കർത്താവ് കോട്ടയത്തുണ്ട്, കോട്ടയത്തുള്ളപ്പോൾ തന്നെ കർത്താവ് ഈ റോഡിലുണ്ട്, ഈ റോഡിലുള്ളപ്പോൾ തന്നെ കർത്താവ് അമേരിക്കയിലുണ്ട്. കർത്താവിന്റെ ശക്തിയെ ആരും പരിമിതപ്പെടുത്തരുത്. ആമേൻ. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടെന്നേ നിനക്ക് വേണ്ടി എന്റെ കർത്താവ് ചലിച്ചുകൊണ്ടിരിക്കുക. നീ ചിന്തിക്കുന്ന പോലല്ല, നിന്റെ വിഷയത്തിന്റെ മേൽ അവൻ അത്ഭുതം ചെയ്യുവാനായിട്ട് കഴിയും. ശ്രദ്ധിക്കണമേ, നമുക്കറിയാം പലപ്പോഴും യേശുവിന്റെ ശക്തിയെ, ആമേൻ, ദൈവത്തിന്റെ ശക്തിയെ പരിമിതപ്പെടുത്തുന്നവരാ ദൈവമക്കൾ. ഇസ്രായേൽ ജനം അവർക്ക് വെള്ളം തമ്പുരാൻ കൊടുത്തു. ഞാൻ ചോദിക്കട്ടെ, വെള്ളം കൊടുത്ത കർത്താവിന് മന്ന കൊടുക്കാൻ പറ്റുകയില്ലേ? പക്ഷെ മന്നായുടെ വിഷയം വന്നപ്പോൾ അവരാകെപ്പാടെ അവിശ്വസിച്ചു. മന്ന കൊടുത്ത കർത്താവിന് ഇറച്ചി കൊടുക്കാൻ പറ്റുകയില്ലേ? അവര് പറഞ്ഞു, ആരിറച്ചി തരും? ഞങ്ങൾ എവിടാ കിടക്കുന്നത്? ഇറച്ചിക്കരത്തിന്റെ ചുവട്ടില്ല. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് ഇറച്ചിയില്ല. നോക്കണേ, ഓരോ വിഷയം വരുമ്പോഴും പിന്നെയും കർത്താവിനെ പരിമിതിപ്പെടുത്തുക. ഇന്നലകളിൽ പ്രവർത്തിച്ച ദൈവം ഇന്നും പ്രവർത്തിപ്പാൻ ശക്തൻ. നാം അങ്ങനെ വായിക്കുന്നല്ലോ, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ കർത്താവ്. ഇന്നലകളിൽ അത്ഭുതം ചെയ്ത ദൈവത്തിന് ഇന്ന് നിന്റെ വിഷയത്തിൽ അത്ഭുതം ചെയ്യാൻ കഴിയും. ആമേൻ. ഇന്നലകളിൽ നിനക്ക് മന്ന തന്ന ദൈവത്തിന് ഇന്ന് നീ ആഗ്രഹിക്കുന്ന ഇറച്ചി തരുവാൻ കഴിയും. ആമേൻ. നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ നിനക്ക് വേണ്ടി ചലിക്കുന്ന ഒരു ദൈവത്തെ ആത്മാവിൽ കാണുവാൻ ഇന്ന് രാത്രി ചിലരോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുക. ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ പലപ്പോഴും ദൈവ പ്രവൃത്തിയെ ആമേൻ പരിമിതപ്പെടുത്തുകയാണ് നമ്മൾ. അവിശ്വാസത്തിൽ ആമേൻ വേണ്ടതുപോലെ കടന്ന് വിശ്വസിക്കാൻ കഴിയാതെ, ഏറ്റെടുക്കാൻ കഴിയാതെ, ദൈവഹിതത്തിനും ദൈവശബ്ദത്തിനും വിധേയപ്പെടുത്തി കൊടുക്കാൻ കഴിയാതെ സാഹചര്യങ്ങളുടെ നടുവിൽ പറയുക, കർത്താവ് എന്തായിത്തീരും, എങ്ങനെയായിത്തീരും, എവിടെ ചെല്ലും, എങ്ങനെ കാര്യങ്ങൾ നടക്കും? ഇല്ല. ആമേൻ. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ആമേൻ മാർത്തയോട് സ്വർഗം പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാനാണ് പുനരുത്ഥാനം, ഞാനാണ് ജീവൻ. ആമേൻ. ഞാൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. അപ്പോ ഈ സ്ത്രീ പറഞ്ഞത് കേൾക്കണോ? വിശദീകരിക്കാൻ നേരമെടുക്കുന്നില്ല. എന്റെ സഹോദരൻ ജീവിക്കും, പക്ഷെ ഒടുക്കത്തെ നാളില. ഒടുക്കത്തെ നാളിൽ എന്ന് പറയുന്നത് വിശ്വാസമല്ല, അത് പ്രത്യാശയാ. പുനരുത്ഥാന ദിവസം എന്ന് പറയുന്ന ഒരു ദിവസമുണ്ട്, അന്നാ ജീവിക്കാൻ പോകുന്നത്. കർത്താവ് പറഞ്ഞു, അങ്ങനെയല്ല, അവൻ ഇപ്പൊ എഴുന്നേക്കും. അവൻ ഇപ്പൊ എഴുന്നേക്കും. ഞാനാണ് പുനരുത്ഥാനം, ഞാനാണ് ജീവൻ. അതുകൊണ്ട് അവൻ ഇപ്പൊ എഴുന്നേക്കുമെന്ന് ആര് പറഞ്ഞു? നമ്മുടെ കർത്താവ് പറഞ്ഞു. സ്തോത്രം. ഈ സമയത്ത് ഒരു കാര്യം കൂടെ, പെട്ടെന്ന് സമയം പോകുന്നെങ്കിലും പറയാം. യേശുവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് കൃപ പ്രാപിച്ച മറിയ ഇപ്പൊ എവിടെയാ? ഈ മാർത്ത ഓടി വന്ന് യേശുവിനെ സ്വീകരിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും മറിയ വീട്ടിൽ തന്നെ ഇരിക്കുക. ഞാനതങ്ങ് വല്ലാതെ ചിന്തിച്ചു പോയി. ഈ മറിയ കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് നല്ല അംശം തിരഞ്ഞെടുത്തതല്ലേ? അതെന്നെ കർത്താവ് തന്നെ പറഞ്ഞല്ലോ, അവൾ നല്ല അംശം. പക്ഷേ യേശു വന്നപ്പോൾ അവൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നില്ല. എന്നിട്ട് ഈ മാർത്ത ഓടിച്ചെന്ന് പറഞ്ഞു, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. ഗുരു വന്നിട്ടുണ്ട്. അപ്പോഴാ ആര് വരുന്നത്? മറിയ ഇറങ്ങി വരുന്നത്. മറിയ വരുന്നത് വരെ യേശു ആ പടിക്ക് തന്നെ നിന്നെന്നാ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ബാക്കി ഒന്നും എടുത്തു വായിക്കുന്നില്ല. സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് നല്ല അംശം തിരഞ്ഞെടുത്ത പല മറിയമാരും ഇന്ന് പുറകില. ഒരു സമയത്ത് കൃപ പ്രാപിച്ച് ദൈവശക്തി പ്രാപിച്ച് ആത്മാവിൽ നിറഞ്ഞ് ദൈവവുമായുള്ള നല്ല അഭേദ്യമായ ബന്ധമുണ്ടായിരുന്ന മറിയമാർ പ്രതിസന്ധികളുടെ മുമ്പിൽ വരുമ്പോൾ തലക്കെ നിൽക്കേണ്ടവരാ. മുന്നേ വരേണ്ടതാണ്. യേശു വരുന്നതിന് മുമ്പ് എന്റെ കർത്താവ് വരുമെന്നുള്ള ബോധ്യത്തോടു കൂടെ അവനെ സ്വീകരിച്ചു കൊണ്ടുപോകേണ്ട മറിയമാർ ഇന്ന് എവിടെയാ? പെരയ്ക്കകത്ത് തന്നെ ഇരിക്കുക, വീട്ടിൽ തന്നെ ഇരിക്കുക. കരച്ചിലുണ്ട്, വിലാപമുണ്ട്, പ്രതിസന്ധി ഉണ്ടെന്നുള്ളത് ശരിയാ. പക്ഷേ ഈ ദിവസങ്ങളിൽ നിന്റെ അകത്ത് കയറിയ വചനം നിന്റെ അകത്ത് ചലിച്ചുകൊണ്ടിരിക്കണം. കാരണം ഇന്നലകളിൽ കർത്തൃപാദപീഠത്തിൽ നിന്ന് നീ പഠിച്ചതും ഏറ്റെടുത്തതുമായ ദൈവവചനത്തിന്റെ ശക്തി ഇന്ന് ഈ പ്രതിസന്ധിയുടെ നടുവിൽ വേണം വെളിപ്പെടാൻ. ആമേൻ. വചനത്തിന്റെ വെളിപ്പാടും വചനത്തിന്റെ വിടുതലും എവിടെയാ വെളിപ്പെടുന്നത്? ആമേൻ. കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ പ്രാപിക്കുന്നത്, വെളിപ്പെടുന്നത് എവിടെയാ? പ്രതിസന്ധിയുടെ തിരുമുറ്റത്താ. പ്രതിസന്ധി നിനക്ക് നേരെ ആഞ്ഞടിക്കുമ്പോൾ ആമേൻ അതിന്റെ നടുവിൽ വേണം യേശുവിന്റെ പാദപീഠത്തിലേക്ക് വന്ന് അവനെ സ്വീകരിച്ച് ആമേൻ അല്പം വൈകിയെങ്കിലും കർത്താവേ നീ വന്നത് അത്ഭുതമാണെന്ന് പറയാൻ തലക്ക് നിൽക്കേണ്ട മറിയമാർ ഇന്ന്
ദൈവസന്നിധിയിൽ നിന്ന് പുറകിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, നിന്നെ തലക്ക് തമ്പുരാൻ നിർത്തിയതാ. ഇന്നലകളിൽ ദൈവം നിന്നെ ചില പാഠങ്ങളെല്ലാം പഠിപ്പിച്ചതാ. ദൈവസന്നിധിയിൽ നിന്ന് ജാഗരിക്കാനും പ്രാർത്ഥിക്കാനും അനേകർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാനും സ്വർഗത്തിലെ ദൈവം നിന്നെ തിരഞ്ഞെടുത്തതാ. പലപ്പോഴും നീ പുറകിലേക്ക് മാറുക. ആമേൻ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുക. ചില ഹൃദയങ്ങളോട് വ്യക്തമായി ഇടപെടുക. മുന്നോട്ട് വന്നാട്ടെ. ഈ ദിവസങ്ങളിൽ പുറകിലേക്ക് മാറാനല്ല, നീ തെരഞ്ഞെടുത്ത നല്ല അംശം, നീ പ്രാപിച്ച ദൈവകൃപ, നീ പ്രാപിച്ച ദൈവിക അനുഭവങ്ങൾ, നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട ദൈവ സാന്നിധ്യം ഈ ദിവസങ്ങളിൽ അതിന് മറപിടിച്ച് ഒതുങ്ങിക്കൂടാനല്ല. ചില പ്രതിസന്ധികൾ വന്നപ്പോൾ അയ്യോ അങ്ങനെ പറ്റിയല്ലോ കർത്താവേ എന്ന് ഓർത്ത് ആമേൻ ഈ ദിവസങ്ങളിൽ കരഞ്ഞുകൊണ്ടിരിക്കാനല്ല, ഈ ദിവസങ്ങളിൽ മുൻപോട്ട് വന്നാട്ടെ. എന്റെ കർത്താവ് നിനക്ക് വേണ്ടി അടുത്തു വന്നുകൊണ്ടിരിക്കുക. അവന്റെ പ്രവൃത്തി അടുത്തു വന്നുകൊണ്ടിരിക്കുക. അല്പം ലേറ്റായെങ്കിലും ആമേൻ അത്ഭുതത്തിന്റെ കരവുമായി എന്റെ കർത്താവ് നിന്റെ ഭവനത്തിനകത്തേക്ക് വരികയാ. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. താമസിച്ചു പോയല്ലോ കർത്താവെ, അല്പം താമസിച്ചു പോയല്ലോ. ഇല്ല, കർത്താവിനറിയാം തക്ക സമയമാ. കർത്താവ് ചെയ്യുന്നതെല്ലാം കറക്റ്റ് ടൈമിലാ. നമുക്കാ ഈ താമസമൊക്കെ തോന്നുന്നത്. ആമേൻ. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ലേറ്റ് ആയി പോയി. ഇന്നലെ ആയിരുന്നെങ്കിൽ, മിനിഞ്ഞാന്നായിരുന്നെങ്കിൽ, കഴിഞ്ഞ ആഴ്ചയായിരുന്നെങ്കിൽ, കഴിഞ്ഞ മാസമായിരുന്നെങ്കിൽ. ഇല്ല, കർത്താവിന്റെ സമയമാകുന്നേ ഉള്ളൂ. ചില വിഷയത്തിൽ അവന്റെ ടൈം വെളിപ്പെടുന്നതേ ഉള്ളൂ. നമുക്കറിയാം ഈ ലാസറിനെ കൊണ്ടുവച്ച് കല്ലറയ്ക്കകത്ത് വെക്കുമ്പോ നാറ്റം വെച്ചതാ. പുഴുക്കളെല്ലാം കൂടെ കേറി മാന്തി ഈ ശരീരം പുഴുക്കൾ പറയാ എന്റേതാന്ന് പറഞ്ഞ് മാന്തണ്ട സമയമായി. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, പുഴുവേ നിനക്ക് മാന്താൻ പറ്റുകയില്ല. കാരണം ഉയർപ്പിക്കേണ്ടവൻ വെളിപ്പെടേണ്ട സമയമായിരിക്കുക. ചിലത് കാർന്ന് തിന്നാൻ ശക്തിയോടുകൂടെ നിനക്കെതിരെ കടന്നു വന്നു. പക്ഷേ തമ്പുരാൻ ഉയർപ്പിക്കേണ്ട വിഷയമാണ് നിന്റെ ജീവിതത്തിലുള്ളത്. അതുകൊണ്ട് ആ ശത്രു നിന്നെ തൊടാതിരിക്കുന്നത് കേട്ടോ. ആമേൻ. എന്റേതാണ്, ഇതിന്റെ മേൽ എനിക്ക് ജയമുണ്ടെന്ന് പറഞ്ഞ് പലപ്പോഴും വാദഗതി ഉയർത്തി നിന്റെ ശരീരത്തോട്, കുടുംബത്തോട്, അവൻ ജീവിതത്തോട് പോരാടിയ ചില ശക്തികളുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഏറ്റവും നല്ലൊരു ഉയർപ്പിന് വേണ്ടി, ഏറ്റവും നല്ലൊരു വിടുതലിന് വേണ്ടി ഇന്ന് രാത്രി ദൈവപുത്രൻ നിനക്ക് വേണ്ടി ചലിക്കുന്നതാകയാൽ ശത്രുവിനെ നിന്നെ തൊടാൻ കഴിഞ്ഞിട്ടില്ല, ദുഷ്ടനെ നിന്നെ തൊടാൻ കഴിഞ്ഞിട്ടില്ല. അവൻ പല ഭാവങ്ങളിലും പല രൂപങ്ങളിലും പലതും കൊണ്ടുവന്ന് ജീവിതത്തിൽ നിന്നെ ഭയപ്പെടുത്തി പേടിപ്പിച്ചു. അവൻ വാലിട്ടാട്ടി അവന്റെ പല്ല് പോയതാകട്ടോ. ഈ പഴയ സിംഹത്തിന്റെ പല്ല് പോയതാ. അവൻ ഈ ആണ കൊണ്ട് അവൻ ഈ ദിവസങ്ങളിൽ വല്ലതും കാട്ടുമെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിൽക്കുന്ന ദൈവമൈതലിനറിയാം, യഹൂദ ഗോത്രത്തിന്റെ സിംഹമായിരിക്കുന്നവൻ തങ്ങളോട് കൂടെ ഉള്ളത് കൊണ്ട് ഇന്ന് രാത്രി ശത്രുവിന്റെ ശക്തികളുടെ നടുവിൽ അത്ഭുതത്തിന്റെ കരവുമായി എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീരും. അവൻ നാറ്റം വെച്ചിരിക്കുന്ന ലാസറിന്റെ ശരീരത്തിൽ ഒരു ശക്തിക്കും തൊടാൻ കഴിഞ്ഞില്ല. എന്റെ കർത്താവ് ആ കല്ലറയുടെ വാതിൽക്കൽ വന്നു. എന്നിട്ട് അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, വിശ്വസിക്കുന്നുവെങ്കിൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശദീകരിക്കുന്നില്ല എന്താ സംഭവിച്ചത്. ആമേൻ. കർത്താവ് പറഞ്ഞു, കല്ല് നീക്കുവീൻ. എന്താ കാര്യം? യേശുവിനെ ഉയർപ്പിക്കാമെങ്കിൽ കല്ല് നീക്കാൻ പറ്റത്തില്ലേ? പക്ഷേ ഒരു കാര്യം, നീ ഉരുട്ടി വെച്ചത് നീ തന്നെ നീക്കണം. പലതും ഉരുട്ടി വെച്ചാ ഇരിക്കുന്നേ. എന്തുകൊണ്ടാ ഉയർപ്പ് നടക്കാത്തത്? നീ കൊണ്ടുവച്ച ചില കല്ലുകൾ ഇരിപ്പുണ്ട് കേട്ടോ. ആ കല്ല് ഇന്ന് രാത്രി നീ തന്നെ നീക്കിയേ പറ്റൂ. എന്റെ കർത്താവ് പറയുക, കല്ല് നീക്ക്, ഉയർപ്പ് നടക്കാൻ പോകുക. പക്ഷെ നീ ഉരുട്ടി വെച്ചത് നീ തന്നെ നീക്കണം. ഇന്ന് രാത്രി ജീവിതത്തിൽ ചില വിടുതൽ നടക്കാതെ ആമേൻ ഉരുട്ടി വെച്ചിരിക്കുന്ന കല്ലുകൾ ഏതെങ്കിലും ഉണ്ടോ? ജീവിതത്തിൽ ഉരുണ്ടുകൂടിയ ചില കല്ലുകൾ പ്രതിസന്ധിയായി ഇന്ന് രാത്രി ഒരു ദൈവപ്രവൃത്തിക്ക് തടസ്സമായി ആരുടെയെങ്കിലും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദൈവപുത്രൻ വന്ന് മാറ്റട്ടെ, പ്രവാചകൻ വന്ന് പറയട്ടെ, അവര് വന്ന് പറയട്ടെ, ഇവര് തലേ കൈവച്ച് പറയട്ടെ എന്ന് പറഞ്ഞിരിക്കാതെ ഇന്ന് രാത്രി നിനക്ക് നിന്നെ അറിയാം, നിന്റെ ജീവിതത്തെ അറിയാം, നിന്റെ സ്പന്ദനം നിനക്കറിയാം, നിന്റെ ഇടപാട് നിനക്കറിയാം. ഇന്ന് രാത്രി ഉരുട്ടി മാറ്റേണ്ടത് മാറ്റിക്കോ, ക്രമീകരിക്കേണ്ടത് ക്രമീകരിച്ചോ.
ശുദ്ധീകരിക്കേണ്ടത് ശുദ്ധീകരിച്ചോ. കാരണം ഒരു ഉയർപ്പിന് വേണ്ടി എന്റെ കർത്താവ് വന്നിരിക്കുക, ഒരു അത്ഭുതത്തിന് വേണ്ടി വന്നിരിക്കുക. നാറ്റം വെച്ച ചില വിഷയങ്ങളുടെ മേൽ ഇന്നലകളിൽ നടക്കുക എന്ന് പറഞ്ഞ്, ജീവിതത്തിൽ പരാജയമാണെന്ന് പറഞ്ഞ്, ജീവിതത്തിൽ കണ്ണുനീരും കൈയുമായി വേദനിപ്പിച്ച ചില വിഷയങ്ങളുടെ മേൽ ഇന്ന് രാത്രി ഈ വചന ശുശ്രൂഷ നടക്കുമ്പോൾ തന്നെ ചില അത്ഭുതങ്ങളുടെ കരവുമായി എന്റെ ദൈവപുത്രൻ ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെടുകയാ. ചൂടമന ഹബ്ദരാജന, ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിന്റെ മുന്നേറ്റത്തെ തടഞ്ഞു വെച്ചിരിക്കുന്ന കല്ലറയുടെ ആമേൻ അനുഭവങ്ങൾ, സ്തോത്രം, നാറ്റം വെച്ച അനുഭവങ്ങൾ, അതിൻ്റെതായ നിലയിൽ ഒരു വിടുതൽ നടക്കാതെ, ജീവൻ വ്യാപരിക്കാതെ ഇന്ന് രാത്രി കെടുതി വരുത്തുന്ന ചില പോരിന്റെ ശക്തികൾ ഇന്ന് രാത്രി ശാസിച്ചുകൊണ്ട് പുത്തനായ ഒരു വിടുതലിലേക്ക് ഇന്ന് രാത്രി നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ എന്റെ കർത്താവിന്റെ കരം ശക്തിയോടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുക. എന്റെ കർത്താവ് അവിടെ നിന്നുകൊണ്ട് ഒറ്റ വാക്ക് പറഞ്ഞു, ലാസറേ പുറത്തു വരിക. ലാസർ പുറത്തു വന്നു, കയ്യും കാലും കെട്ടപ്പെട്ടവനായി. കെട്ടരിപ്പീൻ അവൻ പോകട്ടെ. ഒരു വലിയ വിടുതൽ അവിടെ നടക്കുക. 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ ലാസർ പന്തിക്കിരിക്കുക. ഞാൻ അവിടെ വായിച്ച ഒരു ഭാഗം, ലാസർ എഴുന്നേറ്റ് പറഞ്ഞില്ല യേശു എന്നെ മരണത്തിൽ നിന്ന് വിടുവിച്ചു. പക്ഷേ അവന്റെ ജീവിതം തന്നെ ഒരു സാക്ഷ്യമാണ്. അനേകരാ വീട്ടിൽ വന്നു കേട്ടോ. ലാസറിന്റെ ആ ഇരിപ്പ് കണ്ടപ്പോൾ പന്തിയിലായിരിക്കുന്നേ. ആരോടുകൂടെ? യേശുവിനോടുകൂടെ. യേശുവിനോടുകൂടെ ഇന്ന് രാത്രി ചില ബന്ധനങ്ങൾ അഴിഞ്ഞവരായി, ഇന്ന് രാത്രി ചില കെട്ടുകൾ പൊട്ടിയവരായി, ഇന്നലകളിൽ തകർച്ചയിലേക്ക് കുപ്പുകുത്തിയ ചില വിഷയങ്ങളുടെ മറുപടിയുമായി ഇന്ന് രാത്രി യേശുവിനോടുകൂടെ പന്തിയിലിരിക്കുവാൻ ചിലരെ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുക. ജീസസ്, ഇന്നലകളിൽ നിന്നെ ഭാരപ്പെടുത്തിയ, നിന്റെ കുടുംബത്തെ ഭാരപ്പെടുത്തിയ, ജീവിതത്തിൽ മുന്നേറ്റമില്ലെന്ന് പറഞ്ഞ് തടഞ്ഞ, ജീവിതത്തിൽ അസ്വസ്ഥതകളിട്ട് നാറ്റം വെച്ച അവസ്ഥയിൽ പലപ്പോഴും കല്ലറ പോലുള്ള പുറത്തു വരികയില്ലെന്ന് വാദിച്ച മരണത്തിന്റെ ശക്തികൾ നിന്റെ കുടുംബത്തിന് നേരെ വെല്ലുവിളിച്ചപ്പോൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഒരു ദൂത് പറയുന്നു. നിനക്ക് വേണ്ടി ഇറങ്ങി വന്നിരിക്കുന്ന മറ്റാരുമല്ല, ആർക്കും ചെയ്യാൻ കഴിയാത്ത അത്ഭുതങ്ങളുടെ ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവപുത്രന്റെ ദിവ്യ സാന്നിധ്യം ഇന്ന് രാത്രി ഈ എഫി പേജിൽ വെളിപ്പെടുകയാ. ഈ രാത്രി പ്രാർത്ഥിക്കുന്ന ജനത്തിന് വേണ്ടി ചലിക്കുന്ന ദൈവത്തിന്റെ കരം ഇന്നലകളിൽ നിന്നെ ഒതുക്കിയ സ്ഥാനത്ത് പന്തിയിൽ ഇരുത്തി നിന്നെ മാനിക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെടുകയാണ്. എത്ര പേർ ഏറ്റെടുക്കും? ജീവിതത്തിന്റെ പരാജയങ്ങൾ കണ്ടുപിടിക്കും, കുറവുകൾ ഏറ്റെടുക്കും, ഇന്ന് രാത്രി മടങ്ങി വരും, തങ്ങളെ തന്നെ ഒരുക്കും. അങ്ങനെയെങ്കിൽ ലാസറിന്റെ വീട്ടിൽ ഒരു വലിയ വിരുന്ന് നടക്കുക. നമുക്കറിയാം എന്താ സംഭവിച്ചത്. അവിടെ നടക്കുന്ന സംഭവങ്ങൾ, വീട്ടിൽ ആ തൈലത്തിന്റെ കുപ്പി പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ വീട് മുഴുവൻ സുഗന്ധം കൊണ്ട് നിറഞ്ഞു. എന്റെ കർത്താവിനെ ആ സഹോദരിമാർ ശുശ്രൂഷിച്ചു. ലാസറോ പന്തിയിലിരുന്നവനായിരുന്നു. ഇന്ന് രാത്രി പരാജയത്തിന്റെ ചില മരണത്തിന്റെ ശക്തികളിൽ നിന്ന് നിന്നെ പന്തിക്കിരുത്തുവാൻ ദൈവപുത്രൻ ഇവിടെ വന്നിട്ടുണ്ട്. ഈ രാത്രി ചിലതിനെ തകർത്ത് ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം വെളിപ്പെടുന്ന ഒരു വിടുതലിന്റെ അനുഭവം ഏറ്റെടുക്കുവാൻ എത്ര പേര് തയ്യാറാകും? വെറും വചനം പറഞ്ഞു വിടുകയല്ല, ദൈവാത്മാവിന്റെ ശക്തിയേറിയ വ്യാപാരം ഈ രാത്രി വചനത്തിലൂടെ നിന്റെ മേൽ വെളിപ്പെടുകയാ. ഇന്ന് വരെ നിന്നെ ഒതുക്കിയ ശക്തികൾ നിന്നെ പന്തിയിൽ ഇരുത്തുകയില്ല. യേശുവിനോട് കൂടെ നിനക്ക് മുന്നേറാൻ കഴിയത്തില്ലെന്ന് വാദിച്ച ശക്തികൾ, നിനക്ക് മരണത്തിന്റെ മരണമൊഴി ചൊല്ലിയ ശക്തികൾ, നിന്റെ ജീവിതത്തിനും കുടുംബത്തിനും നേരെ ശക്തിയോടുകൂടെ വിരൽ ചൂണ്ടിയ ചില പോരുകൾ ശക്തിയായി അഴിഞ്ഞ് ഇന്ന് രാത്രി പന്തിക്കിരിക്കുന്ന ഒരു അനുഭവം വെളിപ്പെടുത്തുവാൻ എന്റെ കർത്താവ് ലാസറിന്റെ ഭവനത്തിലേക്ക് ഇറങ്ങി വന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ വേഗം അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. ശമൂവേൽ എഴുതിയ 2-ാം പുസ്തകത്തിൽ അതിന്റെ 9-ാം അധ്യായത്തിലെ വിഷയം എല്ലാവരും വായിച്ചാൽ മതി. അവിടെ മെഫീബോശെത്ത് എന്ന് പറയുന്ന ഒരുവനെ കുറിച്ച് വായിക്കാനായിട്ട് കഴിയും. 2 കാലും മുടന്തനായ ഒരു മെഫീബോശെത്ത്. സ്തോത്രം. ഇവനിപ്പോ എവിടാ പന്തിക്കിരിക്കുന്നത്? 9-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ യോനാഥാൻ നിമിത്തവും ശൗലിന്റെ ഗ്രഹത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ദാവീദ് അന്വേഷിച്ചു. അയ്യോ, ശൗലിന്റെ ഗ്രഹത്തിൽ നിന്ന് ആരെയെങ്കിലും സഹായിക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ? പ്രത്യേകിച്ച് ദാവീദ് തയ്യാറാകുമോ? ദാവീദിനെ പേപ്പട്ടിയെ പോലെ ഓടിച്ചുകൊണ്ട് നടന്ന ആളാരെ? ശൗല്. കേട്ടോ, ഒരു ദിവസം ദാവീദ് പറഞ്ഞൊരു പദമുണ്ട്, ഞാൻ ഒരു ദിവസം ശൗലിന്റെ കയ്യാലേ മരിക്കുകയുള്ളൂ, മരണവും ഞാനും തമ്മിൽ ഒരടി അകലം മാത്രം. മരണം
അടുത്തടുത്ത് വന്നു ശൗലിന്റെ കുന്തമെറിയുവാൻ. ദാവീദ് ഏതൊക്കെ ഗുഹയുടെ മടക്കത്തിലായിരുന്നുവോ, ഏതൊക്കെ ഗുഹയ്ക്കകത്ത്, അതെല്ലാം ഗുഹയ്ക്കകത്തൊക്കെ ആയിരുന്നുവോ, അവിടെ എല്ലാം ശൗൽ അവന്റെ പുറകെ നടന്നു. പക്ഷെ യോനാഥാൻ ദാവീദിനെ സ്നേഹിച്ചു. ഞാൻ ആ വാക്യങ്ങളൊന്നും എടുത്തു വായിക്കുന്നില്ല. സ്നേഹിച്ച് അവന് വേണ്ടതെല്ലാം നൽകി. സ്തോത്രം. കാരണം യോനാഥാൻ ഒന്നറിയാം, ഈ ദാവീദ് ഒരു ദിവസം രാജാവാകും, ദാവീദ് ഒരു ദിവസം രാജാവാകും. സ്തോത്രം. ഇതെല്ലാം മാറും, സ്ഥിതികളെല്ലാം മാറും. ഇപ്പൊ കാട്ടിലൂടെ ഓടുന്ന, ആ ഗുഹാമടക്കത്തിലൂടെ ഓടുന്ന, പ്രതിസന്ധികളിലൂടെ കടക്കുന്ന, പ്രശ്നങ്ങളിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ദാവീദിന്റെ മേലൊരു അഭിഷേകം വീണിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ അപ്പൻ ഇരിക്കുന്ന കസേര മറിയും, അവൻ ദാവീദിന് വേണ്ടി ആ കസേര നിവരും. ഒരു ദിവസം ദാവീദ് രാജാവാകും. അതുകൊണ്ട് തന്നെ ഈ യോനാഥാൻ എന്ത് ചെയ്തു? ദാവീദിനെ ഒത്തിരി സ്നേഹിച്ചു, അവന് വേണ്ടതെല്ലാം കൊടുത്തു. പക്ഷേ ഒരു കുഴപ്പമേ ഉള്ളൂ, ദാവീദ് കാട്ടിലും യോനാഥാൻ കൊട്ടാരത്തിലുമായി. അതുകൊണ്ട് അവസാനം വേർപിരിയേണ്ടതൊക്കെ വന്നത് പോട്ടെ, അത് വേറൊരു വിഷയമാണ്, അങ്ങോട്ട് ഞാൻ കിടക്കുന്നില്ല. ഏതായാലും അവസാന കാലത്ത് ഈ ദാവീദ് സിംഹാസനത്തിൽ ഇരിക്കേണ്ടി വന്നപ്പോൾ ഒരു ചോദ്യം ശൗലിന്റെ ഗ്രഹത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഒരുത്തനുണ്ട്. ആരാ? മെഫീബോശെത്ത്. അവന്റെ രണ്ടു കാലം മുടന്തനായ ഒരുത്തനുണ്ട്. ഉടനെ ദാവീദ് പറയും, അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാട്ടെ, അവന്റെ കുടുംബത്തെ കൊണ്ടുവന്നാട്ടെ, കാരണം യോനാഥാൻ നിമിത്തം ഞാൻ അവനെ സ്നേഹിക്കുന്നു. നിങ്ങൾ വായിച്ചാൽ മതി, വാക്യങ്ങളൊക്കെ എടുത്ത് വായിക്കാൻ സമയമില്ല. 2 ശമൂവേൽ 5:8 കുരുടനും മുടന്തനും വീട്ടിൽ വരരുതെന്നൊരു ചൊല്ല് പോലും അന്നുണ്ടായി. ദാവീദ് പറഞ്ഞു, ഒരൊറ്റ കുരുടനെ മുടന്തനെ വീട്ടിൽ കയറ്റരുത്. കാരണം ഈ യെബൂസ്യരായ ആളുകൾ പറഞ്ഞു, കുരുടനും മുടന്തനും മതി, അവരും മതി നമ്മളെ ദാവീദിനെ തോൽപ്പിക്കാൻ എന്ന് പറഞ്ഞു. ദാവീദ് സിയോൻ കോട്ട പിടിച്ച ചരിത്രമൊക്കെ അവിടെ കിടപ്പുണ്ട്. ഏതായാലും ഒരു കാര്യം, അന്നൊരു പഴഞ്ചൊല്ലുണ്ടായി, എന്താ? മുടന്തനെയും കുരുടനെയും വീട്ടിൽ കയറ്റരുത്. പക്ഷെ ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേ, ദാവീദിന്റെ വീട്ടിൽ ഒരു മുടന്തൻ ഇരിക്കുന്നു. ദാവീദിന്റെ ദയ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഇരുകാലങ്ങളും മുടന്തനായ ഒരുവൻ ദാവീദിന്റെ കൊട്ടാരത്തിനകത്ത് സുഖകരമായ ഭക്ഷണം കഴിച്ചിരിക്കുന്നു. പേര് മെഫീബോശെത്ത്. അകത്ത് കയറുവാൻ യോഗ്യതയില്ലാത്തവൻ, എന്നാൽ ദയ കാണിച്ച ദാവീദ് നിമിത്തം ഈ പന്തിയിൽ വരുവാൻ ഒരു മെഫീബോശെത്തിനെ ദൈവം ഇടയാക്കി. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്നവരോട് ഞാൻ പറയട്ടെ, അവനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ അവൻ വീണ് അവന്റെ 2 കാലും മുടന്തായ ചരിത്രമൊക്കെ എഴുതിയിട്ടുണ്ട്. ആദാമ്യ മുടന്ത്, പാപമാകുന്ന മുടന്ത് ബാധിച്ച മാനവവർഗത്തെ ആ മുടന്തിൽ നിന്ന് ദൈവത്തിന്റെ കൃപ കൊണ്ട് ദൈവപുത്രന്റെ കല്യാണ സദ്യക്കകത്ത് ആ ജീവിതത്തിന്റെ കുറവോർക്കാതെ, പരാജയം ഓർക്കാതെ ഏറ്റുപറഞ്ഞ് സമർപ്പിക്കുന്ന ഒരുവനെ ഇതിനകത്ത് കൊണ്ടുവരുന്ന ഒരു നല്ല ദാവീദുണ്ട്. ഈ ദാവീദിനെ ഒന്ന് ശ്രദ്ധിച്ച്. ദാവീദ് പറഞ്ഞത്, എൻ്റെ കൊട്ടാരത്തിൽ നിന്ന് വേണം ഇവൻ കഴിക്കാൻ, ഇവൻ വേറെ എങ്ങും പോകരുത്, ഇവനുള്ളതെല്ലാം ഞാൻ കൊടുത്തോളാം, ഇവന് വേണ്ട ഓഹരി ഞാൻ കൊടുത്തോളാം. അവന്റെ സ്നേഹിതനായ സീബയെ വിളിച്ചേച്ച് പറഞ്ഞു, അവന് വേണ്ടതെല്ലാം കൊടുത്താട്ടെ, എല്ലാ ക്രമീകരണങ്ങളും ചെയ്താട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഒരു നല്ല ദാവീദ്, വിശദീകരിക്കാൻ ഞാൻ പോകുന്നില്ല, നിനക്ക് വേണ്ടി ഉള്ളത് കൊണ്ട് ഈ രാത്രി അവന്റെ ശത്രുവായിരുന്ന നാം അവന്റെ ശത്രുവായിരുന്നു, പക്ഷേ നമ്മെ അവൻ സ്നേഹിച്ചു. സ്തോത്രം. ഇന്ന് രാത്രി പാരമ്പര്യമായിട്ട് പറയുകയാണെങ്കിൽ എന്താ നമ്മൾ ഈ നന്മയുള്ളത്? ഒരു നന്മയും പറയാനില്ല. കർത്താവിനെ തള്ളിയവരാ നമ്മൾ, ദുഷിച്ചവരാ നമ്മൾ. ഇന്നലകളിൽ എത്രയോ പ്രാവശ്യം അവനെ തള്ളി, എത്രയോ പ്രാവശ്യം നിന്ദിച്ചു. പക്ഷേ അവൻ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നാം ഇങ്ങനെ വായിക്കുന്നു, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം ഇന്ന് രാത്രി നമ്മെ വീണ്ടെടുത്ത ആ ദൈവകൃപയെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. പന്തിയിൽ ഇരുത്തിയത് ഓർത്ത് സ്തോത്രം ചെയ്യാം. നമ്മുടെ മുടന്ത് നോക്കാതെ, തകർച്ച നോക്കാതെ, നമ്മുടെ അധപ്പതനം നോക്കാതെ, ഇന്നലകളിലുള്ള അനുഭവം നോക്കാതെ, ഇന്ന് നാം ഇരിക്കുന്നത് എവിടെയാ? മഹാരാജാവിന്റെ കൊട്ടാരത്തിലാ. ആമേൻ. നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ നമ്മെ ആ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നതാ വായിക്കുന്നത്. വാക്യങ്ങളൊന്നും ഞാൻ എടുക്കുന്നില്ല. ഇന്ന് രാത്രി നാം ഇരിക്കുന്നത് അവരവരുടെ ഭവനങ്ങളിലാണെങ്കിലും,
ആമേൻ, ആത്മാവിൽ നമുക്കൊന്നറിയാം, നാം ഇരിക്കുന്നത് വെറും ഭവനത്തിലല്ല, മറിച്ച് ദൈവപുത്രന്റെ സാന്നിധ്യത്തിൽ അവനോടൊരുമിച്ച് അവന്റെ ആമേൻ ആ ആശ്ലേഷം അനുഭവിച്ച്, ആ സ്നേഹം നുകർന്ന്, ആ ദൈവകൃപ അനുഭവിച്ച് ഇന്ന് രാത്രി ആയിരിക്കുന്ന അനുഭവം എത്ര പേർക്ക് തിരിച്ചറിയാമെന്ന് എനിക്കറിയത്തില്ല. കാരണം ആ നല്ല ദാവീദ് നമ്മെ സ്നേഹിച്ചു എന്നുള്ളതാ. ഈ രാത്രി ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുക. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ ചിന്ത ഞാൻ പറഞ്ഞത്, രാജാവിന്റെ വിവാഹത്തിന് വന്ന ആ പന്തിക്കിരുന്ന മനുഷ്യൻ, ആമേൻ അനുതാപമില്ലാത്ത മനുഷ്യൻ, ആമേൻ നരകത്തിലേക്ക് ആമേൻ കടന്നുപോയ കാഴ്ച നാം കണ്ടു. അതുകൊണ്ട് അനുതാപത്തോടെ മഹാരാജാവിന്റെ സദ്യക്ക് നാം തയ്യാറാകണം, ഏറ്റെടുക്കണം. അനുതാപത്തോടെ ആ നീതിയുടെ വസ്ത്രം, കല്യാണ വസ്ത്രം നാം ധരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ ചിന്ത. രണ്ടാമത് ഞാൻ ഓർപ്പിച്ചത്, നാറ്റം വെച്ച ലാസർ കർത്താവിനോട് ഒരുമിച്ച് പന്തിയിലിരുന്ന ചരിത്രമാ. ജീവിതത്തിൽ അത് സംഭവിക്കുക. നാറ്റം വെച്ച്, പാപത്താൽ നാറ്റം വെച്ച നമ്മെ പുറത്തു കൊണ്ടുവന്ന് കർത്താവിനോട് ഒരുമിച്ച് പന്തിക്കിരുത്തിയ ആ ശ്രേഷ്ഠമേറിയ അനുഭവം. മൂന്നാമത് ഞാൻ ഓർപ്പിച്ചത്, ആ മെഫീബോശേത്ത് മുടന്തനായവൻ, ഇനി പടിവാതിൽ കടന്ന് രാജകൊട്ടാരത്തിൽ ഒരിക്കലും വരുവാൻ യോഗ്യതയില്ലാത്തവൻ, എന്നാൽ ദാവീദിന്റെ മഹാസ്നേഹം നിമിത്തം അവന്റെ കൊട്ടാരത്തിൽ ഒരംഗമായി തീർന്നത് ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിലും ധന്യകരമായ അനുഭവമാണ്. നല്ല രാജാവിന്റെ, ഉന്നതനായ ദൈവത്തിന്റെ കൊട്ടാരത്തിൽ അവനൊരു അവകാശമായി, അവൻ നമ്മുടെ അപ്പച്ചനായി, അവൻ നമുക്ക് വേണ്ടി ഒരുക്കുന്ന നിത്യതയിൽ ആമേൻ വാഴുന്നതിനോടൊപ്പം തന്നെ ആത്മാവിൽ ഇന്ന് രാത്രി അവനോട് ഒരുമിച്ചുള്ള ആ സ്നേഹ ശ്രമണമായ ആ ഉന്നതമായ ആശ്ലേഷങ്ങളും അവന്റെ കൃപകളും അനുഭവിപ്പാൻ വിളിക്കപ്പെട്ട ദൈവമൈതലേ, ഇന്ന് രാത്രി പന്തിക്കിരിക്കുവാൻ, നമ്മുടെ കർത്താവിനോട് ചേർന്നിരിക്കുവാൻ, അവനെ ഒരുമിച്ച് ആരാധിക്കുവാൻ, അവന്റെ ശബ്ദം കേൾക്കുവാൻ, അവനെ ആരാധിച്ച് 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 നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുവാൻ ഈ രാത്രി ദൈവം നമ്മെ വിളിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പന്തിക്കിരുത്തി നമ്മെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു പഴയ പാട്ടുകാരൻ പാടിയ ഒരു പാട്ടിന്റെ അടിപ്പാടി ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കും. ആരിവർ ആരിവർ രാജനോടൊപ്പമായി പന്തിയിലിരിപ്പതു സത്യസഭ, ആരിവർ ആരിവർ രാജനോടൊപ്പമായി പന്തിയിലിരിപ്പതു സത്യസഭ, പൊന്നേശു തമ്പുരാൻ ചിന്തിയ രക്തത്തിൻ ഫലമാം വിശുദ്ധ കൂട്ടമത്രേ, പൊന്നേശു തമ്പുരാൻ ചിന്തിയ രക്തത്തിൻ ഫലമാം വിശുദ്ധ കൂട്ടമത്രേ, പ്രതിഫലങ്ങൾ വിഭാഗിച്ചു കൊടുക്കും തൻപേർക്കായി പാർത്തലെ വിശ്വസ്തരായി, ജീവിതം ചെയ്തതൻ ശുദ്ധിമാന്മാർ ഗണം വാങ്ങിടും സമ്മാനം ആ സദസ്സിൽ, ജീവിതം ചെയ്തതൻ ശുദ്ധിമാന്മാർ ഗണം വാങ്ങിടും സമ്മാനം ആ സദസ്സിൽ. ഇന്ന് രാത്രി ആ ദൈവിക സാന്നിധ്യത്തിലും ആ പന്തിയിലും ഇരിക്കുവാൻ വിളിക്കപ്പെട്ട ദൈവമക്കളെ, നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം, ഒരു പുതിയ തീരുമാനമെടുക്കാം, കർത്താവിനോട് ചേർന്ന് വസിക്കാം, ജീവിതത്തിലെ പരാജയങ്ങളെ മറക്കാം, ഇന്നലകളേക്കാൾ ഇന്ന് ശക്തരായി മുന്നേറുവാൻ കഴിയുന്ന ഒരു പുത്തൻ തീരുമാനത്തോടുകൂടെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ. ഞങ്ങളുടെ പരിശുദ്ധ ദൈവമേ, ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം, തുറന്ന് കേൾക്കാൻ പോകുന്നവർക്കായി സ്തോത്രം. ഞങ്ങളുടെ ഈ കർത്താവെ പ്രത്യേകിച്ച് ഈ റോസ് ഫാമിലിക്കായി സ്തോത്രം. ശക്തിയേറിയ പന്തിയിലിരിക്കുന്ന അനുഭവം, ഉന്നതമായ അനുഭവം, അതിനെക്കുറിച്ച് ഞങ്ങൾ അല്പസമയം ധ്യാനിച്ചു. ആ ഉന്നതമായ അവസ്ഥയിലേക്ക് ഓരോരുത്തരെയും ദൈവം നടത്തണമേ. അങ്ങയുടെ മഹത്വം ഞങ്ങളുടെ ഈ ഗ്രൂപ്പിൽ വെളിപ്പെടുത്തണമേ. പ്രത്യേകിച്ച് EFE പേജിലൂടെ ദൈവനെ കേൾക്കുന്നവരുടെ ജീവിതത്തിൽ യഥാർത്ഥമായി കർത്താവിനോട് കൂടെ പന്തിയിലിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് അവരെ നടത്തണമേ. ശുശ്രൂഷകളെ ആദരിച്ചതിനായി സ്തോത്രം. തിരുനാമത്തെ മാത്രം മഹത്വപ്പെടുത്തിയാട്ടെ. പ്രാർത്ഥന എവിടെ കേട്ടതിനായി സ്തുതിക്കുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.